ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പപ്പയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 3 പപ്പയ്ക്ക നമ്മുടെ വീട്ടിലുണ്ടായ പപ്പയ്ക്കയാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുരുവൊന്നും ഇല്ലായിരുന്നു. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും 1/4 കപ്പ് വെള്ളവും ഇച്ചിരി മഞ്ഞൾ പൊടിയും ഒരു 3 പച്ചമുളകും ഒരു സവോളയും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ആവി കയറിയാൽ മതി. അത് നന്നായിട്ട് വേകണ്ട കേട്ടോ. അതിനേക്കായിട്ട് നമുക്കൊരു പാൻ എടുക്കുക. അതിൽ ഇച്ചിരി വറ്റൽമുളകും എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇച്ചിരി വറ്റൽമുളകും വേപ്പിലയും കടുകും കൂടിയിട്ട് നമുക്കത് പൊട്ടിച്ച് പൊട്ടിക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പപ്പരയ്ക്ക് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക. അതിൻ്റെ വെള്ളപ്പറ്റ് മാറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വറ്റൽമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സുഹൃത്തുക്കളെ. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. ഇതിപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പപ്പയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. കാരണം നല്ല സൂപ്പർ പപ്പയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാനായിട്ട് പറ്റി. ഇതൊരു കറി മാത്രം മതി. താങ്ക് യു.